നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 നട്ടപ്പാതിര ലൈവ് അപ്ഡേറ്റ് വീഡിയോ. നട്ടപ്പാതിര ലൈവ് അപ്ഡേറ്റ് പ്ലസ് എപ്പിസോഡ് വീഡിയോ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു പകൽ വെളിച്ചത്തിൽ ചെയ്യുന്നു എന്നുള്ളതിന് നോക്കൂ. ഇന്നലെ ഞാനൊരു യാത്രയിലായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് പുലർച്ചെ ഒരു 4-4:15 രാവിലെ വീട്ടിലെത്തുന്നത്. അപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്താണ് ഷാനവാസ്, ആദില, നൂറ പ്ലസ് അനുമോൾ നിങ്ങൾ ഇന്നലെ എപ്പിസോഡിൽ കണ്ടിട്ടുള്ള ആ ഒരു വിഷയം നടക്കുന്നത്. അപ്പം ഞാൻ വണ്ടിയിൽ വരുന്ന സമയത്ത് കണ്ടു. രാത്രി തന്നെ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആരോഗ്യത്തിൻ്റെ പ്രശ്നം കൊണ്ട് വീണുപോയി ഓട്ടോമാറ്റിക്കായിട്ട്. പക്ഷേ രാത്രി കണ്ടിട്ടുള്ള ഓർമ്മകളെല്ലാം കൂടി സ്വരുക്കൂട്ടി വെച്ചിട്ട് കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ പൊതുജനത്തിന്, ഇത് കാണാത്ത വ്യക്തികൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ഇതിനോട് ഭയങ്കര പുച്ഛമായിരിക്കാം. പക്ഷെ വേറെ ചില കാര്യങ്ങൾ നമ്മൾ ബിഗ് ബോസ് ഷോ ഒന്ന് പഠിക്കുന്നൊരു സംഭവമുണ്ട്. അത് ഏറ്റവും വലിയ സംഭവം എന്താണെന്നറിയോ? ജീവിതത്തിലൊരു മനുഷ്യനായി കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഈ വീഡിയോയിലൊന്നും പറയണ പോലെയല്ല, ജീവിതത്തിൽ ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള നിലപാട് വേണം, തീരുമാനങ്ങൾ വേണം. ആ തീരുമാനങ്ങൾ എടുക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുള്ള ആംബിയർ വേണം, അതായത് അതിനുള്ളൊരു കരുത്ത് വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും അറിയോ? നമ്മളെ ആരാണോ നമ്മളെ ചുറ്റും ഇതിന് കഴിവുള്ള ആൾക്കാർ, അവർ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ലൈഫിൽ നമ്മൾ ഇന്നൊരാളുടെ കളിപ്പാവയാണെങ്കിൽ നാളെ വേറൊരാളുടെ ആയിരിക്കും. നമ്മുടെ ലൈഫ് ഒന്നുമില്ലാതെ, ലക്ഷ്യബോധമില്ലാതെ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് ഇല്ലാത്ത രീതിയിൽ ഒരു കളിപ്പാവയായിട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പല ആൾക്കാരുടെ ലൈഫ് ഹിസ്റ്ററിയിലും ഈ ഒരു സംഗതി നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഈ ഒരു സംഭവം ഇന്നലെ ആദില, നൂറ ഇവർക്ക് രണ്ടുപേർക്കും സംഭവിച്ചു. ആദില, നൂറ രണ്ടുപേരും ശരിക്കും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സർവൈവൽ ഗെയിം ഷോ ആണ്. അവിടെ ഒരാൾ മറ്റാളെ അടിച്ച് താഴ്ത്തിയാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കൃത്യമായിട്ടുള്ളൊരു നിലപാടും ഫോർവേഡ് തിങ്കിങ്ങും രണ്ട് പേരുണ്ടായിട്ടാണ്. അവർ രണ്ട് മനസ്സും രണ്ട് ബുദ്ധിയുണ്ട് അവർക്ക്. എന്നിട്ട് പോലും അവർക്ക് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ, അതായത് മറ്റുള്ള ആൾക്കാർ പറയണതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടേണ്ട ഒരവസ്ഥ വന്നു. ആ ചാടേണ്ട അവസ്ഥ ഇന്നലെ പുറത്തെടുത്തത് ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരു ഗെയിമറാണ്. ഞാൻ തുടക്കം തൊട്ടേ എൻ്റെ വീഡിയോസിൽ, അതായത് ഫസ്റ്റ് ബിന്നി, ഗിസേൽ, ശൈത്യ, ഷാനവാസ് പുറത്ത് കട്ടിലും താങ്ങി കിടന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാനവാസ് അന്ന് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഗെയിം സ്ട്രാറ്റജി, അയാളുടെ മനസ്സോ കാര്യങ്ങളോ മോശം എന്നല്ല പറയുന്നത്. അൾട്ടിമേറ്റ്ലി ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിം ഷോ ആണ്. ആ ഗെയിം ഷോയിൽ എത്തിക്സ് കൈവിടാതെ എടുക്കുന്ന ചില ആൾക്കാരെ വെറുപ്പിക്കാതെ, അല്ലെങ്കിൽ വെറുത്ത ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരുന്ന ഈ ഒരു രീതിയിൽ എടുക്കുന്ന ഒരു ഗെയിം ഷോ ആണ് ബിഗ് ബോസ്. അതിൽ സ്റ്റാർട്ട് ചെയ്തത് ഷാനവാസ്. ഞാൻ കണ്ടിട്ടുള്ളത് ആ പുറത്ത് കിടക്കുന്ന കട്ടിൽ ടാസ്ക്കാണ്. ഈ കട്ടിൽ ടാസ്ക് മുതൽ ഇന്നലെ രാത്രി വരെ എത്തി നിൽക്കുന്ന ഷാനവാസിൻ്റെ ബിഗ് ബോസിലുള്ള ആ ഒരു ഗെയിം പറയാതെ വയ്യ. നിങ്ങൾ എത്ര പേര് കണക്ട് ചെയ്തു എന്നുള്ള അറിയില്ല. ഷാനവാസ് ഹേറ്റേഴ്സ് ഉണ്ടായിരിക്കാം, പലതും പറയുമായിരിക്കാം. ഒരു ന്യൂട്രൽ എന്നുള്ളൊരു കണ്ടീഷനിൽ ഞാൻ പറയട്ടെ, ഇന്നലെ രാത്രി ലിറ്ററലി കംപ്ലീറ്റ് തകർന്നിരുന്ന ആദിലും നൂറേനും രാത്രി ഷാനവാസ് സത്യം പറഞ്ഞാൽ വീണ്ടും തകർത്തു. ഇമോഷണലി അവരെ തകർത്ത്, അവരെ ഒരുമിച്ച് ചേർത്ത് ഇനി അവരൊരു ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? ബിഗ് ബോസിൻ്റെ ഇപ്രാവശ്യം സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ, എല്ലാ സീസണിലും അതെ, ഇപ്രാവശ്യം ഞാനൊക്കെ ഒന്നും കൂടി ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യും ലാലേട്ടൻ വരുന്ന സമയത്ത്. ബിക്കോസ് ലാലേട്ടൻ ഇപ്രാവശ്യം ഫയറാണ് ഒന്ന്. രണ്ടാമത്തെ കേസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കേസാണ്. ഞാൻ വേറെ ആളോട് ഇത് ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അയാൾ ശരി പറയുകയും ചെയ്തു. കാരണം വെച്ചാൽ ലാലേട്ടൻ കഴിഞ്ഞ സീസണുകളിൽ പോലെയല്ല ഇപ്രാവശ്യം പുള്ളി ബിഗ് ബോസ് കാണുന്നുണ്ടോ? ഇപ്രാവശ്യം പുള്ളി ഇതുപോലത്തെ ഈ എന്താ പറയുക, റിവ്യൂസ്, അതുപോലെ കമൻസ്, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു ഗ്രീൻ സ്ക്രീൻ പ്രോംപ്റ്റ് അല്ലെങ്കിൽ ചെവിയിൽ കിട്ടുന്ന പ്രോംപ്റ്റ് അല്ലാതെ ഈ കാര്യങ്ങൾ പുള്ളി കണ്ടതിന് ശേഷമാണോ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുന്ന സമയത്ത് ലാലേട്ടൻ്റെ ആ ഒരു അഭിപ്രായം എന്ത് നിലപാടാണ് ബിഗ് ബോസ് ഇതിന്, നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് നിലപാടാണ് ബിഗ് ബോസ് ലാലേട്ടനിലൂടെ ഈ ആഴ്ച ഈ വിഷയത്തിൽ സമീപിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ഉറ്റുനോക്കുന്നൊരു സംഗതിയാണ്. അതേപോലെ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നതും മുൻവിധിയോടുകൂടി പല കാര്യങ്ങളും എഴുതിയിരുന്ന ഒരു വീക്കെൻഡ് എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. കാരണം വെച്ചാൽ നെവിൻ്റെ വിഷയം വളരെ വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് ലാലേട്ടൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഷാനവാസിനെ ഹാൻഡിൽ ചെയ്യുക, ഏത് രീതിയിലാണ് നെവിനെ ഹാൻഡിൽ ചെയ്യുക, ഏത് രീതിയിലാണ് ആദില, നൂറ ഇതിൽ ഹാൻഡിൽ ചെയ്യപ്പെടുക എന്നുള്ളത് അറിയാൻ വേണ്ടി നോക്കിയിരുന്ന സിറ്റുവേഷനിലാണ് ലാസ്റ്റ് കണ്ടിട്ടുള്ള ആ ഒരു വിഷയം എപ്പിസോഡിൽ ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഒരു കാര്യം പറയട്ടെ, റിയാസ് സലീം, അവനെ പറ്റി 1-2 വാക്ക് വേഗം പറയട്ടെ. പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്നറിയില്ല, നിങ്ങൾ കേട്ട, അതായത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല. അതായത് റിയാസ് സലീമിനെ പല ആൾക്കാരും വിളിക്കുന്നത് ഗെയിം ചേഞ്ചർ എന്നാണ്. ഓക്കെ,
ഞാനും ഇവനെ ആരാണോ പേരിട്ട്, എനിക്കൊരു ജിനൂസ് ആണോ പേരിട്ട് സംശയമുണ്ട്. ഗെയിം ചേഞ്ചറാണ് റിയാസ്. ഇവൻ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ റിയൽ ലൈഫിനെ പോലും എനിക്ക് ഇവനെ ഇഷ്ടം, എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടർ ലൈഫിൽ ഞാൻ കണ്ടതിൽ വെച്ചിട്ട്. പേഴ്സണലി ഐ ഡോണ്ട് നോ ഹിം. പക്ഷേ ഇവൻ ഇത്ര കാലമായിട്ടും കഴിഞ്ഞ 2-3 വർഷമായിട്ട് 4, 5, 6, 7 ഇത്ര കാലങ്ങളായിട്ട് ഇവനെ വെള്ളിത്തിരയിലൂടെ കണ്ടത് മുതൽ ഇതുവരെയുള്ള സിറ്റുവേഷൻ ചോദിക്കുമ്പോൾ എനിക്ക് വെറുപ്പ് എന്തുകൊണ്ടാണെന്നറിയോ? സ്വയം അവനൊരു മര്യാദയ്ക്ക് മര്യാദയ്ക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ബാക്കിയുള്ളവരൊക്കെ ക്വീ എന്നൊക്കെ പറഞ്ഞു വരുന്നവരെ, പക്ഷെ എന്നാലും പറയാണ് ഒരാൾ നല്ല രീതിയിൽ ബോണ്ടിങ്ങോടുകൂടി കുറച്ച് പേര് ബോണ്ടിങ്ങോടുകൂടി ജീവിച്ചു പോകുന്നത് റിയാസ് സലീം എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇഷ്ടമല്ല. അവനെല്ലാം ചേഞ്ച് ചെയ്തിട്ടും എല്ലാം തകർത്തിട്ടും മാത്രമാണ് അവന് ശീലം. നല്ല രീതിയിൽ പോകുന്ന എന്തെങ്കിലും സംഭവങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യക്തികൾ ബോണ്ടിങ്ങോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് തകർക്കാനും അവൻ പറയുന്ന ദി സോ കോൾഡ് അവൻ്റെ ഒരു കമ്മ്യൂണിറ്റി അവൻ പറയുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഫേക്കായിട്ട് ഞാൻ അവരുടെ ഇതിന് പറയും, അതായത് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവൻ്റെ എക്സ്പെൻസിലായിരിക്കില്ല, മറ്റുള്ളവൻ്റെ ജീവിതം തകർത്തുകൊണ്ടായിരിക്കില്ല, മറ്റുള്ളവരുടെ ബന്ധങ്ങൾ തകർത്തുകൊണ്ടായിരിക്കില്ല. ഇത് എന്താ സ്ഥിതിച്ചാൽ മറ്റുള്ളവരുടെ ബന്ധങ്ങൾ തകർത്തിട്ട് ഇവന് ഫേക്കായിട്ട് ഇവിടെ നിലനിൽക്കണം, അവൻ അതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ മേനി നടിക്കണം, ഞാൻ എന്തോ കുന്തമാണ് എന്ന് പറയണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വെച്ച് നടക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്ക് പേഴ്സണലി ഈ ചങ്ങാതിനെ തീരെ താല്പര്യമില്ലാത്തത്. നോക്കൂ, ഷാനവാസ്, ആദില, നൂറ, അതായത് ആദിലി നൂറയും അതിനുള്ളിൽ എന്താണ് സമൂഹം ഏത് രീതിയിലാണ് അവരെ ട്രീറ്റ് ചെയ്തതെന്ന് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഷാനവാസ് എന്ന് പറഞ്ഞാൽ 45 വയസ്സുള്ള ഒരു അത്യാവശ്യം ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ്. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി അണ്ടർസ്റ്റാൻഡ്. ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ളൊരു വ്യക്തി പോലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദിലേനെയും നൂറിനെയും ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിനെയും കാര്യങ്ങളെയും ഒരു വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവൻ ഒരു കാരണവശാലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പൗരുഷമുള്ള മീശ പിരിക്കുന്ന ഒരു പുരുഷനായിട്ടുള്ള ഷാനവാസിനെ ഇവൻ കടക്കിനെ വെട്ടാനാണ് ഇവൻ അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നിട്ടുള്ളത്. വളരെ കൃത്യമായിട്ട് ഇവൻ്റെ അജണ്ട ഉണ്ട്, ബാക്കി ആരുടെയൊക്കെ അജണ്ട ഉണ്ടെന്ന് എനിക്കറിയില്ല. റിയാസ് സലീമിലൂടെ നടപ്പിലാക്കുകയാണോ അതോ റിയാസ് സലീമിനെ അതിന് പറ്റിയ ആളാണ് ഇവനെ കൊണ്ടുവന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. അതായത് ആദില, നൂറ, ഷാനവാസ് ഈ ഒരു കണക്ഷൻ വെട്ടുന്നതോടുകൂടി ഷാനവാസിനെ വെട്ടണം, ആദില, നൂറ, ഷാനവാസിന് പകരം ആദില, നൂറ, നെവിൻ ഈ ഒരു സാധനം അവിടെ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഗെയിം പ്ലാനോടുകൂടി അതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതാണ് ഇവൻ എന്ത് ചെയ്തത്, ആ മല്ലിയില തട്ടിത്തെറിപ്പിക്കുന്ന വിഷയം മുതൽ ആ ഒരു ആദിലയുടെ നാവെന്ന് അറിയാതെ വീണ് പോകുന്നൊരു സംഗതിയിൽ നെവിൻ പിടിച്ച് കയറുന്നതും, നെവിൻ പിടിച്ച് കയറിയിട്ട് അക്ബറിനോട് ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം ഇത് പ്രശ്നമാവും എന്നുള്ള കണ്ടീഷനിൽ അബദ്ധം പറ്റി എനിക്ക് എന്നുള്ള കാര്യം സ്വയം സമ്മതിച്ചുകൊണ്ട് ആദില ഷാനവാസിനോട് ഞാൻ ഈ കാര്യം എടുത്ത് പറഞ്ഞു. നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവിടെ ഷാനവാസിനെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ട് നിലനിൽപ്പിന് വേണ്ടി ആദില ഒരു പരിപാടി ഒപ്പിച്ചല്ലോ. ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് ഇവരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇപ്പുറം കൊണ്ടുവന്ന് ഷാനവാസിനെ പുറത്തേക്ക് നാണം കെടുത്തി അടിക്കാം എന്നുള്ള റിയാസിൻ്റെ തന്ത്രം അവൻ തലേ ദിവസം രാത്രി നെവിനിലൂടെ വർക്കൗട്ട് ചെയ്യാണ്. വളരെ കൃത്യമായിട്ട് നമുക്കറിയാം, ഒരു ഗസ്റ്റ് വന്ന് പെരുമാറുന്ന പോലെയോ അല്ലെങ്കിൽ റിയാസ് സാധാരണ കണ്ടീഷനിൽ കഴിഞ്ഞ അഖിൽമാരായുടെ സീസണിലൊക്കെ വരുന്നത് പോലെയുള്ള വരവല്ല ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം അവൻ വന്നിട്ടുള്ള വളരെ കൃത്യ അജണ്ടയാണ് അവൻ്റെ, ഭയങ്കര വലിയ അജണ്ട. ഞാൻ ഇതിനെക്കുറിച്ച് സത്യം പറയാലോ, നമ്മൾ ചിന്തിക്കുന്നേക്കാളും കൂടുതൽ നമ്മൾ ചിന്തിച്ച് എഴുതി വെക്കും. ഞാൻ ഈ നോട്ട്സ് എഴുതി വെക്കുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുക ഇത്രയും വലിയൊരു അജണ്ട ഇവൻ ഇതിൻ്റെ പുറകിൽ കൊണ്ടു നടന്നു എന്നുള്ളത്. കാരണം വെച്ചാൽ തലേ ദിവസം ഇവൻ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നെക്സ്റ്റ് മോർണിംഗിൽ ഇവൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആ മോർണിംഗിൽ തന്നെയല്ലേ, മോർണിംഗ് വോട്ടെവർ ആ ഗോസിപ്പാണ്. ഈ ഗോസിപ്പ് ഇവൻ അനീഷിനോട് പറയാണ്. ഗോസിപ്പ് പറയാൻ പറയുമ്പോൾ അനീഷ് എടുത്ത് പറയേണ്ടത്, അതായത് റിയാസ് ചോദിക്കുന്നതിലൂടെ ജനം കേൾക്കേണ്ട ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ ഷാനവാസ് നെവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള അതേ ആദില വിഷയം എടുത്തിടുള്ളൂ. കാരണം ആദില ആ സമയത്ത് വേറെ എന്തോ ഒരു മൂഡിലാണ്. ഏത് മൂഡാണെന്നുള്ളത് ആദിലയ്ക്ക് ഞാൻ പറഞ്ഞത്, മനുഷ്യന് സ്വയം ഒരു നിലപാടില്ലെങ്കിൽ എന്താ പറയുക, ചട്ടുകായി മാറും. നമ്മളെ കളിപ്പാവാൻ ചട്ടുകം കുഞ്ഞിരാമങ്കളി കളിക്കും, അവിടെയാണ് ആദിലയുടെ ചട്ടുകം ഇവൻ മനസ്സിലാക്കിയിട്ട് ഇവൻ രാവിലെ ഗോസിപ്പ് ചോദിക്കുന്നു. അനീഷ് വിദഗ്ധമായിട്ടെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്, അയാളുടെ ഗെയിം കണ്ടിടത്തോളം കാലം വളരെ വിദഗ്ധമായിട്ട് അനീഷ് അതിൽ നിന്ന് എസ്കേപ്പ് ആവുന്നു. അനീഷ് ഈ കാര്യങ്ങൾ പറയാതിരിക്കുന്നു. അവിടെ ഇത് കഴിഞ്ഞോടുകൂടി നേരെ ഇവൻ പുതപ്പിൻ്റെ പേരിൽ ഇവൻ പല കാര്യങ്ങളും സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതോടുകൂടി ഷാനവാസിനെ ട്രിഗർ ചെയ്യുന്നു. ഷാനവാസിന് വളരെ കൃത്യമായിട്ട് റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിനെ തന്നെ പഠിച്ചപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഷാനവാസ് എന്ന വ്യക്തി ബിഗ് ബോസിലേക്ക് പോകാനുള്ള ആൾ എങ്ങനെ റിയാസിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും.
പഠിച്ചിട്ടാണ് അവൻ പോയിട്ടുള്ളത്. റിയാസ് എന്തിനു വേണ്ടി വന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഷാനവാസ്, അന്ന് രാത്രി ഷാനവാസ് ലൈവിലും പറഞ്ഞിട്ടുള്ളത് റിയാസ് എന്തിന് അതിൻ്റെ ഉള്ളിൽ കൃത്യമായി വന്നു എന്നുള്ളത് ഷാനവാസ് വളരെ കൃത്യമായിട്ട് ഇവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവന് ഷാനവാസിന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി ഇവൻ എന്തിനാണ് വന്നിട്ടുള്ളത്. ആ വിഷയം എടുത്തിടാനും ആദില നൂറയുടെ വായന്ന് വന്നിട്ടുള്ളത് ലാലേട്ടനെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിച്ചിട്ട് അവിടെ വിഷയമാക്കിയിട്ട് ഷാനവാസ് വാക്കൗട്ട്, ആദില നൂറ പിന്നെ അല്ലെങ്കിൽ വാക്കൗട്ട് അല്ലെങ്കിൽ മാനംകെട്. കാരണം വോട്ടിങ്ങിലൂടെ ഷാനവാസിനെ അടിക്കാൻ പറ്റില്ല എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഷാനവാസിന് അത്രയും അത്യാവശ്യം നല്ല രീതിയിലുള്ള പേയ്മെൻറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ആരുടെയെങ്കിലും താല്പര്യങ്ങളാണോ ഷാനവാസ് പുറത്ത് പോകേണ്ടത് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്ക് പറയാം, ഞാൻ അതിനെക്കുറിച്ചൊന്നും കമൻറ്റ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് ഹൈലി പെയ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തി 100 ദിവസം നിൽക്കുന്ന സമയത്ത് ഞാൻ ഷോനെ പറയില്ല, പക്ഷേ നമുക്ക് അറിയില്ല എന്താതിനോ. അപ്പോൾ ഇതൊരു ബിസിനസ്സാണ്. എല്ലാ ബിസിനസ്സിനും അതിൻ്റെതായ ബിസിനസ് പേഴ്സ്പെക്റ്റീവുകളുണ്ട്, ലാഭ നഷ്ട കച്ചവട കണക്കുകളുണ്ടല്ലോ. ആ ഒരു ആംഗിളിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വാക്കൗട്ട് ചെയ്യണം എന്നുള്ള കണ്ടീഷനിലാണ് ഇവിടെ നിൽക്കുമ്പോഴാണ് ഇന്നലെ രാത്രി സത്യം പറയാം ആദിലും നൂറയും ഇന്നലെ കംപ്ലീറ്റ് തകർന്ന അവസ്ഥയിലാണ്. പാത്രം കഴുകുന്ന സമയത്ത് ഷാനവാസ് ചോദിക്കുമ്പോഴും യാതൊന്നും പറയുന്നില്ല. എന്നിട്ട് ഇവൻ പുറത്ത് കൊണ്ടുപോയി സംസാരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടതാണ് എപ്പിസോഡിൽ കാണാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വളരെ കൃത്യമായിട്ട് ഇവൻ അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്, സീക്വൻസ് ഇട്ടിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഈ സീക്വൻസ് ഇട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിലാണ് ഷാനവാസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു യഥാർത്ഥ ഗെയിമർ. ഒരു കാര്യമുണ്ട്, ഇവൻ ഈ കുട്ടികളായിട്ട് നല്ല ബോണ്ടിങ് ആണ്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ അക്ബർ എടുത്ത് പറയുമെങ്കിലും അക്ബറിന് ഉള്ളോണ്ട് പറയാം അതല്ല എന്നുള്ളത്. കാണുന്നവർക്ക് എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായ ഒരു സംഭവമുണ്ട്. ഞാൻ കാണുന്നൊരു വ്യക്തി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. 45 വയസ്സിട്ട് ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള 45 വയസ്സുള്ള ഒരു പരമ്പരാഗത ചിന്താഗതിയിലൊരു വ്യക്തി അല്ല ഷാനവാസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് ഒരു കാരണവശാലും ആദിലെ നൂറയെ അക്സെപ്റ്റ് ചെയ്യില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ആ കുട്ടികളുടെ സ്വഭാവവും കാര്യങ്ങളും കണ്ടിട്ടായിരിക്കണം. ഇപ്പം പറഞ്ഞു, ഞാൻ സ്വന്തം പെങ്ങന്മാരെ പോലെ നെഞ്ചിലേറ്റി എന്ന് തന്നെ പറയണത്. നമുക്ക് ആ ഒരു ഇതൊന്നും അതിനെ കണ്ടെത്തുന്നത്, കാരണം നല്ലൊരു ബോണ്ടിങ് അവർ തമ്മിലുണ്ടായിട്ടുണ്ട്. പിന്നെ ഇതെന്താണ് ബാക്കിയുള്ളതെന്ന് അറിയില്ല, അതിൻ്റെ പുറകിൽ ഗെയിമുണ്ടോ നമുക്കറിയില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയുടെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം കഴിയുന്ന സമയത്ത് ഒറ്റയടിക്ക് പറയാൻ പറ്റും ഞാൻ ഗെയിമിന് വേണ്ടിയിട്ടാണ്, അതെൻ്റെ ഗെയിമായിരുന്നു, ഇതെൻ്റെ ഗെയിമായിരുന്നു. നമ്മൾ റിയൽ ലൈഫിൽ നമുക്ക് പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, റിയൽ ലൈഫിൽ പല ആൾക്കാരും ചിന്തിച്ച് കളയുന്ന ചെറിയ കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിലുള്ള സംഭവങ്ങൾ ബിഗ് ബോസിനകത്ത് വലിയ സംഭവമായി മാറുകയാണ്. ഇവൻ വളരെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്നു. നെവിൻ ആദ്യം തന്നെ ഞാൻ തുടക്കേ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ചുള്ള കേസുള്ളൂ. എനിക്കും അങ്ങനത്തെ ആൾക്കാരെ ഇഷ്ടമല്ല, ടച്ച് ആയിട്ട് കളിക്കുന്ന പുരുഷന്മാർ സ്ത്രീകളെയോ. അത് നമുക്ക് എല്ലാവർക്കും ഒരു ബൗണ്ടറി ഉണ്ട്. എവ്രി പേഴ്സൺ ഹസ് ഗോട്ട് ഹിസ് ഓൺ ബൗണ്ടറി. അതിനേക്ക് ഉള്ളിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് വെറുതെ മാത്രം പറയാം. അത് ഈ പ്രത്യേകിച്ച് നെവിൻ്റെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ നെവിൻ്റെ അക്കൗണ്ട്സ് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നെവിൻ്റെ ഇടപെടലുകൾ, നെവിൻ ആരൊക്കെയായിട്ടാണോ കമ്പനിയുള്ളത്, ഇതിൽ നിന്നൊക്കെ ഐ ക്യാൻ മേക്ക് ഔട്ട്. എനിക്ക് ഏകദേശം മനസ്സിലാവുന്നത് ഞാൻ പേഴ്സണലി ഇപ്പം ഷാനവാസിൻ്റെ സ്ഥാനത്ത് പറഞ്ഞിട്ട് നമ്മൾ വലിയ ഗെയിമറായിട്ട് പോയില്ല. ഷാനവാസിൻ്റെ സ്ഥാനത്ത് നമ്മളൊക്കെ വരുന്നതാണ്. ഞാൻ എൻ്റെ ഒരു കേസ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും എൻ്റർടൈൻ ചെയ്യാത്ത, ഞാനൊരിക്കലും പ്രോത്സാഹിപ്പിക്കാനും ഞാനൊരിക്കലും അടുപ്പിക്കാത്തൊരു ടൈപ്പ്, അടുപ്പിക്കാത്തതിന് സെൻസ് ഈ തൊട്ട് തോണ്ടിക്കളി. ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിയുമ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ച് കിടത്തോളം കുത്തിമറയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഈ സമയത്ത് അതിലൊരു വ്യക്തിയുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്താണെന്ന് അയാൾ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഏകദേശം കാണുന്ന സമയത്ത് ഞാൻ തെറ്റ് പറയുന്നില്ല കേട്ടോ, കഷ്ടമാണ് അവരുടെയൊക്കെ കാര്യം. ഫെമിനിൻ ടച്ചുള്ള ആൾക്കാർ എന്നാൽ സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടേണ്ട ആൾക്കാരല്ല ഒരിക്കലും. പക്ഷേ എവറി പേഴ്സൺ ഹാസ് ഗോട്ട് ഹിസ് ഓൺ ബൗണ്ടറീസ്. അയാൾക്ക് സ്വയം താല്പര്യമില്ല, അയാൾക്ക് സ്വയം അത് ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ് മാറുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർക്കിത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? ഞാനിതാ ചോദിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് ദീസ് പീപ്പിൾ ലിവിങ് ലൈക്ക് ദറ്റ്. അവരങ്ങനെ ജീവിക്കുന്നതിലോ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഞാൻ അങ്ങോട്ട് പ്രശ്നമാക്കുന്നില്ല. ഞാൻ ഇതിങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇതന്നെ വേണമെന്ന് പറയില്ല ഒരിക്കലും. പക്ഷേ എനിക്ക് അവരങ്ങനെ ജീവിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഇവരുടെ പ്രശ്നം, ഈ റിയാസ് പോലത്തെ വ്യക്തികളുടെ പ്രശ്നം എന്താ വെച്ചാൽ നോർമൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അവർ പറയുന്നത് നമ്മൾ ഒരു ഈ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ആ ഒരു ജീവിക്കുന്ന സിറ്റുവേഷനോട് ഒരിക്കലും ഇവർക്ക് കണക്റ്റഡ് ആവാൻ പറ്റില്ല. ഇവർ ഈ രീതിയിൽ ഉദ്ദേശിക്കുന്നത് കണക്റ്റഡ് മാത്രമല്ല, അവരുടെ നാശമാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് ഒറ്റ സെക്കൻഡ് കേട്ടോ, ഞാൻ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? പിന്നെ ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന കേസ്, ഞാൻ ചാടി പോകുമെന്ന് വിചാരിക്കേണ്ട, സമയത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ നോക്കുന്നത് ലാലേട്ടൻ ഇന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നോക്കൂ, വോട്ടിംഗ് പൊസിഷൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ നിൽക്കുന്നത് റെനയാണ്. അതിൻ്റെ ഏകദേശം കൂടെ നെവിനുണ്ട്, മുകളിൽ ആര്യനുണ്ട്. ഇങ്ങനെ കുറച്ച് പേരുകളാണ് നേരെ മേലേക്ക് പോകുന്നത്. അപ്പോൾ നോക്കി വെക്കൊണ്ടു 2 പോസിബിലിറ്റി. ഇപ്രാവശ്യം ബിഗ് ബോസിൽ ഒരു ചെറിയൊരു അജണ്ട ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്.
ഒരുപക്ഷെ ചിലപ്പോൾ ഇവർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളെ സമൂഹത്തിൽ തുറന്ന് കാണിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് കുറച്ചൊരു അപ്ലിഫ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ഇത് കിട്ടിക്കോട്ടെ എന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇത് ഇവരുടെ ക്ലിയർ അജണ്ട ആയിരിക്കാം. ഇത് നോർമലൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മൾ ന്യൂസിലും കൂടി കേട്ടു. ഈ പറഞ്ഞിട്ടുള്ള സ്വവർഗ ഇങ്ങനെ ഇതുണ്ടായി കഴിഞ്ഞിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് കേസുകൾ, ഒരുപാട് ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് പല കാര്യങ്ങൾ ഇതിലുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം അതൊരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്. സംസാരിക്കേണ്ട അവസരം വരികയാണെങ്കിൽ പിന്നീട് സംസാരിക്കാം. അപ്പോൾ ചെറിയൊരു നോർമലൈസേഷൻ, ഈ ഒരു നോർമലൈസ് ആക്കിയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സംഗതി ഷോക്കകത്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഷാനവാസ് വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഞാൻ സോറി ചോദിക്കാൻ നിൽക്കുകയായിരുന്നു. പരിപൂർണമായിട്ടും ഞാൻ ഷാനവാസിനെ വിശ്വസിക്കുന്നില്ല. 50-50 ആദിലിനെയും നൂറിനെയും ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കാം, അല്ലായിരിക്കാം. ഞാൻ 50-50 കളിക്കുന്നത്, അല്ലാണ്ട് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് അറിയില്ലല്ലോ വരുന്ന മനസ്സിലെ. അപ്പോൾ 50% ഇവൻ അവിടെ ഒരു ഗെയിം ഇവരായിട്ട് കളിച്ച് ഞാൻ സോറി പറയാൻ നിൽക്കണം. ആ നിമിഷത്തിൽ ആദില ഇതാവുകയാണ്. ആ നിമിഷം തന്നെ ആദിലാകെ ഇല്ല ഇക്കാന്നോ ഇത് പറയണ്ട, അത് ശരിയല്ല, ഞങ്ങൾ ഇക്കാൻ്റെ കൂടെ നിൽക്കാം എന്ന് പറയിപ്പിച്ചു. അവരും 3 പേരും കൂടി ഒറ്റക്കെട്ടായി. ഇനി അവർ 3 പേരും കൂടി ഒറ്റക്കെട്ടായി. ഇനിയുള്ള പോസിബിലിറ്റിയാണ്, നെവിന് വോട്ട് കുറവാണ്. ഒരു പക്ഷേ ചിലപ്പോൾ ബിഗ് ബോസിന് വേണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഈ വിഷയം ചർച്ചയ്ക്കെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് ഇരിക്കൂ എന്നും പറഞ്ഞിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ലാലേട്ടൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ഫേർദറായിട്ടും കൂടി ചർച്ച ചെയ്യണം എന്നാഗ്രഹിക്കുമ്പോൾ ഇരിക്കൂ നമുക്ക് തിരിച്ചു വരാം, നമുക്കൊരു ഗെയിം കളിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒന്ന് പോയിട്ട് വരാം, ഷോർട്ട് ടൈം ബ്രേക്ക് അതല്ല, നമുക്കൊരു ഗെയിം കളിക്കാം എന്നും പറഞ്ഞിട്ട് ഈ സാധനത്തിനെ ഒഴിവാക്കി വിട്ടിട്ട് വോട്ടിങ്ങിനെ പറ്റി സംസാരിച്ചിട്ട് എവിക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നെവിൻ പുറത്തേക്ക് ഒന്നും സംസാരിക്കാതെ ബിഗ് ബോസിൻ്റെ ഷോന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി നമ്മൾ കാണുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു ഷാനവാസിൻ്റെ വോക്കൗട്ട് വലിയ ചാൻസസ് ആയിരുന്നു, പക്ഷെ അത് മാറി മറിഞ്ഞു. അവിടെയാണ് ഷാനവാസിൻ്റെ ഗെയിം ചേഞ്ചിങ് മൊമെൻറ്റ്. സത്യം പറയാം, ഗെയിം അല്ലെങ്കിൽ ചേഞ്ചിങ് അല്ല, ഒരു ഗെയിമർ മൊമെൻറ്റ്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊന്നും ചർച്ച ചെയ്യാതെ നെവിൻ ഇറങ്ങി ഇൻ ദ സെൻസ് ലൈക്ക് എവിക്റ്റായി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇന്ന് റെന ഫാത്തിമ, നാളെ നെവിൻ. ആര്യൻ ഒരുപാട് പേര് താഴെ നിൽക്കുന്നുണ്ട്. സത്യം പറയാം, ഈ ആഴ്ച റിയാസ് വന്നതുകൊണ്ട് റിയാസ് സലീം ഉദ്ദേശിച്ചിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ തകർത്ത് ആദില, നൂറ, നെവിൻ ഉദ്ദേശിച്ചു. പക്ഷെ റിയാസ് യഥാർത്ഥത്തിൽ തകർത്ത് കശക്കി എറിഞ്ഞത്, കോളമാക്കിയത് അവൻ്റെ കമ്മ്യൂണിറ്റിയിൽ. അവൻ ഫേക്കാണ്. അവൻ ആർക്കും വേണ്ടിയൊന്നും ചെയ്യുന്നില്ല. അവൻ സ്വയം അവൻ്റെ കപട ഇംഗ്ലീഷ് പറഞ്ഞ് മേക്കപ്പ് ഇട്ട് നടിച്ച് എന്തോ തേങ്ങപ്പിണാക്കാണെന്ന് വിചാരിച്ച് നടക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന ഒരുത്തൻ. അവൻ്റെ സ്റ്റോറികളും കാര്യങ്ങളും കാലങ്ങളായിട്ട് വാച്ച് ചെയ്യുന്നവർക്കറിയാം. ഇത്രയും സെൽഫിഷ് മെൻറ്റാലിറ്റിയിൽ നടക്കുന്നവരാ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന സിറ്റുവേഷനിൽ, പിന്നെ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള സിറ്റുവേഷനിൽ അട്ടർ ഫേക്കായിട്ട്, അതായത് ഇങ്ങനെ ഞാനുണ്ട്, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് എല്ലാവരുടെ ഇടയിലും അടി ഉണ്ടാക്കുക, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, എല്ലാവരെയും പിരിയിപ്പിക്കാൻ നോക്കുക. ഈ ഒരു സാധനം ചെയ്ത് നടക്കുന്ന ഒരുത്തൻ. അപ്പോൾ അവൻ്റെ വളരെ കൃത്യമായിട്ടുള്ള അജണ്ട നടപ്പിലാക്കി പോയി. എന്താണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം ഷോയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കൊണ്ട് എക്സ്പോസ്ഡ് ആയി പോയിട്ടുള്ള 2 ആളാണ് ആദില, നൂറ. ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്ന് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാം, ഞാൻ അതാ പറഞ്ഞു, അതായത് സ്വയം നിലപാടില്ലെങ്കിൽ മറ്റുള്ളവരുടെ ചട്ടുകമായി മാറും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ എവിടേക്കോ എന്തൊക്കെയോ പറഞ്ഞതെന്നല്ല, കാരണം ഞാൻ ഇന്നലെ കണ്ടതിൽ നിന്ന് എൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറഞ്ഞൊരു സംഭവമാണ്. ശരിക്കും രാത്രി അപ്പം തന്നെ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമായിരുന്നു, പക്ഷേ ആരോഗ്യം സമ്മതിക്കാത്ത പ്രശ്നമാണ്. ഒറ്റ പോക്കാണ്. ഹെൽത്ത് വൈസൊക്കെ ഒന്നും കൂടി ആകെ കൊളാണ്, ഒന്നും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ.